ഇലക്ഷൻസ് ഫെയിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത പ്രതിഷേധങ്ങളെ മാധ്യമങ്ങളായാലും ജനങ്ങളായാലും മാധ്യമങ്ങൾ തമസ്കരിക്കുകയും ജനങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യുക. ജസ്റ്റിസ് ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതില്ലാത്തതിന് തുല്യമായി. അത് ഇലക്ഷനാണോ? അതൊരു തരം വ്യഭിചാരമല്ലേ? ജനാധിപത്യത്തെ വ്യഭിചരിക്കല്ലേ? പൗരൻ്റെ ജാഗ്രതയല്ലാതെ വേറൊരു ഗ്യാരണ്ടിയും ജനാധിപത്യത്തിന് ജാഗ്രതയില്ലാത്ത ഒരു പൗരസമൂഹത്തിൽ ജനാധിപത്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഫിൻലാൻഡിനെ എല്ലാവരും പുകഴ്ത്തുന്നു. അതെ, അത് ലൂതറൻ രാജ്യമാണ്. ലൂതറൻ രാജ്യം, കുരിശാണ് അവരുടെ അടയാളം അല്ലേ? അതെ അതെ അതെ. നോർവേ അങ്ങനെ തന്നെയല്ലേ? എത്ര വലിയ കരിങ്കല്ലും നിങ്ങൾക്ക് കുറച്ച് കെമിക്കൽ ഒഴിച്ചാൽ തന്നെ അടർന്ന് ഇങ്ങനെ വീഴും. അപ്പോൾ ഈ വർഗീയത എന്ന് പറയുന്ന ചെറിയ ഈ കെമിക്കൽ ഉണ്ടല്ലോ, അത് ഇതിൽ കുഴി ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി പൊളിഞ്ഞു. മലബാർ ജേണലിന്റെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഇലക്ഷൻസ് എന്ന തീമിൽ ഇത്തവണ നമ്മളോട് സംസാരിക്കുന്നത് പ്രമുഖ രാഷ്ട്രീയ നേതാവായ CP ജോണാണ്. CP ജോണിന് സ്വാഗതം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ 3 പ്രധാന എലിമെൻറ്റുകളെന്ന് പറഞ്ഞത് പ്രതിഷേധം, സംവാദം, തെരഞ്ഞെടുപ്പ്. അതിൽ ആദ്യം പറഞ്ഞ 2 സാധനങ്ങളും ഏതാണ്ട് ഇല്ലാതായെന്നാണ് അദ്ദേഹം പറയണത്. ഈ അവസാനം പറഞ്ഞ തെരഞ്ഞെടുപ്പ് മാത്രമാണ് നിൽക്കുന്നത്. ആ തെരഞ്ഞെടുപ്പാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പവറിലേക്കുള്ള ഒരു വെഹിക്കിൾ എന്നാണ്, വെഹിക്കിൾ ടു പവർ എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് ഇപ്പം ജോണിനെ പോലുള്ള ഒരാൾ കാണുന്നത്? അപ്പോൾ ആ ഒരു ഫ്രെയിം വർക്കിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പ്രതിഷേധവും സംവാദവും പൂർണ്ണമായിട്ടില്ല എന്നായിട്ട് പറയാൻ പറ്റില്ല. അത് വ്യത്യസ്തമായ രീതിയിൽ പുറത്തു വരുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രതിഷേധങ്ങൾ എടുക്കുകയാണെങ്കിൽ ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധം നാമമാത്രമായിട്ട് നടക്കുന്നുണ്ട്. നാമമാത്രമായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഏറെക്കുറെ ശക്തമായ പ്രതിഷേധങ്ങൾ തന്നെ നടക്കുന്നുണ്ടെങ്കിലും ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത പ്രതിഷേധങ്ങളെ മാധ്യമങ്ങളായാലും ജനങ്ങളായാലും മാധ്യമങ്ങൾ തമസ്കരിക്കുകയും ജനങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യുകയാണ്. അതെ. അപ്പോൾ അതിൽ ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധത്തിൻ്റെ രൂപം എന്താ? പണിമുടക്കാം. അപ്പോൾ പണിമുടക്ക് ഗവൺമെൻറ്റിന് ഇഷ്ടമല്ല, മാനേജ്മെൻറ്റിന് ഇഷ്ടമല്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് ഈ പണിമുടക്കിൽ പങ്കെടുക്കാത്തവർക്ക്, അല്ലേ? അപ്പോൾ പണിമുടക്ക് എന്നുള്ള ജനറൽ സ്ട്രൈക്ക് പോലെ ഒരു പ്രതിഷേധം ഇല്ലല്ലോ. ഇല്ല, ലോകത്ത് ജനറൽ സ്ട്രൈക്കിനെ പുറമെ ഒരു പ്രതിഷേധം കണ്ടുപിടിച്ചിട്ടില്ല. അതിനെ കോടതികളും ഇടപെടുകയാണ്. അപ്പോൾ ആരും ചില്ല് പൊട്ടിയാൽ അപ്പോൾ പൈസ അടയ്ക്കണം, അതിൻ്റെ അറസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ളത്. അപ്പോൾ ഇതിനെ മുഴുവൻ ഒരു ഉയർന്ന മധ്യവർഗത്തിൻ്റെ തോട്ട് പ്രോസസ്സിലാണ് ജുഡീഷ്യറി അടക്കം കാണുന്നത്. ജനറൽ സ്ട്രൈക്ക് ഒരു രാജ്യത്ത് ആവശ്യമാണ്. ജനറൽ സ്ട്രൈക്ക് കോൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതെ. അപ്പോൾ ജനറൽ സ്ട്രൈക്ക് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഹാസ് ബീൻ ഫെയിലിംഗ് എന്ന ബോധത്തിലേക്ക് പോവാതെ മറിച്ച് അതിനെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ടും ഫെസിലിറ്റീസ് കട്ടാവുന്നതിൻ്റെ ഇഷ്യൂ ആയിട്ടും മാത്രം കാണുകയാണ്. എന്ന് വെച്ചാൽ ആ പ്രശ്നം ഇല്ലേ? അതുണ്ട്. ഇപ്പോൾ ആംബുലൻസ് തടയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ SLC പരീക്ഷയുടെ തലേദിവസം ജനറൽ സ്ട്രൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ദിവസം ചെയ്യുന്നത് ശരിയല്ല. വലിയൊരു ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ ദർ ആർ സോ മെനി തിങ്സ്. അപ്പോൾ ട്രേഡ് യൂണിയൻസും സംഘടിത പ്രതിഷേധ പ്രസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയെ അവർ നേരിടും. പക്ഷെ കർഷക പ്രതിഷേധങ്ങൾ മുൻകാലത്തെക്കാളും ശക്തമാണ്. അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന് വേണ്ടിയുള്ള ആ പ്രതിഷേധം അത് വേറൊരു സബ്ജക്റ്റാണ്. ഞാൻ അതിൻ്റെ വർഗപരമായിട്ട് പറഞ്ഞാൽ കർഷകരെയും തൊഴിലാളികളെയും നമ്മൾ കമ്പയർ ചെയ്താൽ കർഷക പ്രതിഷേധങ്ങൾക്ക് ആര് സ്പേസ് കൊടുക്കുന്നുണ്ട്? മീഡിയ സ്പേസ് കൊടുക്കുന്നുണ്ട്. അവർ തന്നെ ഇപ്പോൾ ജയിച്ചതും. അതെ. അപ്പോൾ ഇന്ത്യൻ പാർലമെൻ്ററി ചരിത്രത്തിലും ലോക പാർലമെൻ്ററി ചരിത്രത്തിലും എനാക്ട് ചെയ്യപ്പെട്ട ഒരു ലോ മറ്റൊരു ബില്ലിലൂടെ പിൻവലിച്ചത് കർഷകരുടെ സമരത്തിലാണ്. അപ്പോൾ ആ കർഷക സംഗമങ്ങൾ ഭയങ്കര ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ദീർഘകാലമായിട്ടുള്ള സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള സമരമായിരുന്നു. അത് ലോക സമര ചരിത്രത്തിലെ പ്രൊട്ടസ്റ്റിൻ്റെ ചരിത്രത്തിലെ വലിയൊരു അധ്യായമാണ്. അതും കോവിഡ് സമയത്ത് എപ്പിഡമിക് ടൈമിൽ നടന്ന ഒരു സമരമാണ്. അപ്പോൾ പ്രതിഷേധങ്ങളില്ല എന്ന് പറയുന്നത് ശക്തമാവുന്നുണ്ട് പല സ്ഥലത്തും. എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കേരളത്തിലെ കാണുന്ന ഇൻഡസ്ട്രിയും ട്രേഡ് യൂണിയനും അല്ല കേരളത്തിന് പുറത്തുള്ളത്.
ഇപ്പോൾ റെയിൽവേ, ഇപ്പോൾ ഞാൻ HMSൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, നാഷണൽ വർക്കിംഗ് കമ്മിറ്റി. റെയിൽവേക്ക് ഒരു ഏകദിന പണി മുടക്ക് നടത്താൻ പറ്റില്ല. അവർക്ക് 5 ദിവസം ഉണ്ടെങ്കിലേ ട്രെയിൻ നിൽക്കുള്ളൂ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ അത് വളരെ ഓവർഗ്രോൺ ആണ്. അതെ അതെ അതെ. ഇപ്പം നിങ്ങൾക്ക് ഇംഗ്ലണ്ടിലാണല്ലോ റെയിൽവേ സമരമൊക്കെ തുടങ്ങിയത്. അതെ അതെ. അവർക്ക് ആകെ 1000 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എത്രയോ കിലോമീറ്റർ 10,000 തീവണ്ടികൾ അങ്ങനെ കോടുകൾ ലക്ഷക്കണക്കിന് കിലോമീറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ സ്ട്രൈക്ക് എന്നുള്ളത് വളരെ സങ്കീർണമായൊരു സാങ്കേതിക പ്രശ്നം കൂടിയാണ്. അതിൽ തന്നെ ഏത് മൊമെൻറ്റിൽ നടത്തണം, അത് ഭയങ്കര ഒരുക്കങ്ങൾ ആവശ്യമാണ്. മനസ്സിലായോ? ഇപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെ ഇപ്പോൾ ഈ ഫ്ലൈറ്റ് മുഴുവൻ നമ്മൾ പണി മുടക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, ഇത് താഴെ ഇറങ്ങണ്ടേ? ഇവരെല്ലാം മുകളിലാന്നുള്ള സങ്കല്പത്തിൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ പൈലറ്റുമാരും പണി മുടക്കിയിട്ട് വിമാനം ഇറക്കാൻ പറ്റുമോ? പറ്റില്ല. വിമാനങ്ങളെ ഭൂരിപക്ഷവും ആകാശത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ റൺവേ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വിമാനത്തിൻ്റെ ഓടുന്നതിനെ സംബന്ധിച്ച ഇൻ്റർനെറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, അതാണ് ലോകത്തെ ഏറ്റവും സങ്കീർണമായ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഓരോ റൂട്ടിലും ഓരോ ഹൈറ്റിലും ഓരോ ഡിസ്റ്റൻസിലും ഓരോ സ്പീഡിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. യു കാൺ സ്ട്രൈക്ക്. അപ്പോൾ നമ്മുടെ പ്രധാന ഇൻഡസ്ട്രികളിൽ സ്ട്രൈക്ക് പറ്റില്ല. പിന്നെ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഹോസ്പിറ്റൽ സ്ട്രൈക്ക് പറ്റില്ല അല്ലേ? മാധ്യമങ്ങൾ സ്ട്രൈക്ക് ചെയ്താൽ പിന്നെ ഈ സ്ട്രൈക്കും ആരും അറിയില്ല. അതെ അതെ അതെ. അപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞ പോയിന്റിനെ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യുന്നത്, അതെ, ഇന്നത്തെ പ്രതിഷേധങ്ങൾ തന്നെ വളരെ സങ്കീർണമാണ്. കാരണം സിസ്റ്റം ഈസ് സോ കോംപ്ലക്സ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ബ്രെഡ്ത്ത്, ലെങ്ത്തും ഒക്കെ ഭയങ്കരമാണ്. അപ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്നത് അതുപോലെ പ്രയാസകരമാണ്. അപ്പോൾ സ്ട്രൈക്ക് ചെയ്താലല്ലേ യഥാർത്ഥ പ്രതിഷേധം സ്ട്രൈക്കാണ്. അപ്പോൾ അത് വളരെ സങ്കീർണം. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ട്രൈക്കിൽ കുറഞ്ഞ കാര്യങ്ങളാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആർട്ടിക്കുലേഷൻ ആ നിലയിലേക്ക് വന്നു. അങ്ങനെ പറ്റൂ. പൂർണ്ണമായ ജനറൽ സ്ട്രൈക്കുകൾ പറ്റില്ല. രണ്ടാമത്തത് ഈ കർഷക പ്രതിഷേധങ്ങൾ. അതിൽ എന്താണ്, കർഷകർ എപ്പോഴും കമ്മ്യൂണിറ്റി ബേസ്ഡാണ്. ഇപ്പോൾ പഞ്ചാബിലെ കർഷകർ എന്ന് പറഞ്ഞാൽ സിക്കാണ്. അപ്പോൾ ഈ കർഷകർക്കുള്ള ഗുണം എന്താ? അവർ മിക്കവാറും OBC-യുമാണ്. ഇപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി സപ്പോർട്ടുണ്ട്. ജാട്ട് കൃഷിക്കാർ അവർ കത്തിച്ചാലും പിന്നെ എന്താ സ്റ്റമ്പ് കത്തിച്ചാലില്ലെങ്കിലും ജാട്ടും കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻ കർഷകന് അവരുടേതായ സോഷ്യൽ എക്സും വൈയിലെ അവർക്കൊരു വൈ ആക്സിസും കൂടെ ഉണ്ട്. വർക്കിംഗ് ക്ലാസ്സിന് അതില്ല. ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ്സിന് വൈ ആക്സിസ് ഇല്ല, എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കർഷകരുടെ പ്രതിഷേധം യഥാർത്ഥ ജെനുവിൻ പ്രൊട്ടസ്റ്റ് വരുമ്പോൾ അതിനൊരു സോഷ്യൽ കണ്ടന്റ് ഉണ്ട്. ഇപ്പോൾ സിഖ് കൃഷിക്കാരുടെ സമരം എന്നാണ് പറയുന്നത്, ജാട്ടുകളുടെ സമരം അല്ലേ? അപ്പോൾ അത് പ്രതിഷേധത്തിൻ്റെ വേറൊരു രൂപമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതിഷേധങ്ങളാകെ കുറ്റിയേറ്റ് പോയി എന്ന് പറയുന്നില്ലെങ്കിലും ഈ പ്രതിഷേധങ്ങളെ രാഷ്ട്രീയമായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എത്ര വലിയ കർഷക സമരം നടന്നാലും അതനുസരിച്ചല്ല എലക്ഷൻ വരുന്നത്. പിന്നെയുള്ളതുള്ള സംവാദം എന്ന് പറഞ്ഞത്, സംവാദങ്ങൾ സത്യത്തിൽ ക്വാണ്ടിറ്റിയിൽ കൂടിയിരിക്കുക, ക്വാളിറ്റി വേറെയാണ്. ക്വാണ്ടിറ്റി മേക്സ് ക്വാളിറ്റി എന്ന് പറയുമെങ്കിലും എല്ലാ കാര്യത്തിലും അങ്ങനെയല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോഴും നമ്മളൊരു ചർച്ചയാണല്ലോ നടത്തണേ, ഒരു സംവാദം. ഇത് പണ്ട് പോസിബിൾ അല്ല. ഒന്നെങ്കിൽ ദൂരദർശൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പത്രങ്ങൾ. എനിക്കതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ ഇല്ല. ഈ സംവാദങ്ങൾ നടത്തുന്ന സോഷ്യൽ മീഡിയയും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും കൂടി എനിക്ക് തോന്നുന്നു ചെറിയ രാജ്യത്തെ ജനസംഖ്യ ഉണ്ടാവും. അതിൻ്റെ എണ്ണം അതെ, ചെറിയ കുഞ്ഞു രാജ്യങ്ങളുടെ ജനസംഖ്യയുടെ അത്രയും മാധ്യമ പ്രവർത്തകരുണ്ട് ഇവിടെ. അവർ സംവാദവും നടത്തുന്നുണ്ട്. അവിടെയും ക്വാണ്ടിറ്റിയിലുണ്ട്, പക്ഷേ എത്ര ക്വാളിറ്റേറ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാനതിൽ പെസിമിസ്റ്റിക് അല്ല. ഇറ്റ് ഈസ് ഇവോൾവിങ്. മറ്റേത് ഇവോൾവ്ഡാണ് സ്ട്രൈക്കുകൾ. അതൊരു പോസ്റ്റ് എവല്യൂഷൻ്റെ ഇതുള്ളതാണ്. ഇത് ഒരു ഇവോൾവിങ് സാധനമാണ് ഈ സംവാദം. പക്ഷേ പണ്ട് ഇതിനേക്കാളും ഭയങ്കര സംവാദം നടന്നിരുന്നു എന്നൊക്കെ നമുക്ക് നോസ്റ്റാൾജിക്കായിട്ട് പറയാമെന്നല്ലാതെ അത് വൺ വേ ആയിരുന്നു.
അന്ന് വലിയ വലിയ നെഹ്റു പ്രസംഗിക്കുന്നു. നെഹ്റു 1.5 മണിക്കൂറൊക്കെ പ്രസംഗിക്കും പോലും. അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്തൊരു ആൾ ചോദിച്ചു, എന്തിനാ 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നത്? അപ്പോൾ അത് ഞാൻ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും കൂടെയാണ്. ഞാൻ പ്രൈം മിനിസ്റ്റർ എന്നുള്ള ജോലി ചെയ്യുന്ന ആളല്ല, മാത്രമല്ല അല്ല. ഐ ഹാവ് ടു എഡ്യൂക്കേറ്റ് ദം. കാരണം ഞാൻ പറയുന്നതാണ് അവർ കേൾക്കണത്. പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല പറയാൻ. മഹാറാലികളിലെ നെഹ്റുവാണ് മഹാറാലികൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ നാട് കുന്നംകുളം, അവിടെ നെഹ്റു ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു സ്ലീപ്പി ടൗൺ ആയിരുന്നല്ലോ കുന്നംകുളം. 64 അദ്ദേഹം മരിച്ചില്ല. അതിന് മുമ്പ് പോവാത്തൊരു മുനിസിപ്പാലിറ്റി ഇല്ല ഇന്ത്യയിലെ. നെഹ്റു പോവാത്ത മുനിസിപ്പാലിറ്റികളില്ല. അത്രയും പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി അതുപോലെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ നരേന്ദ്രമോദി അതുപോലെ പ്രസംഗിക്കുന്നില്ല. പിന്നെയും BJPയിൽ അദ്വാനിയാണ് ആ നിലയിൽ പ്രസംഗം ശരിയോ തെറ്റോ അതെ അങ്ങനെ. അപ്പോൾ അത് ആ തരത്തിലുള്ള വലിയ റാലികളിലൂടെയുള്ള സംവാദങ്ങളിൽ നിന്ന്, ഐ മീൻ കമ്മ്യൂണിക്കേഷനിൽ നിന്ന്, ഇപ്പോൾ കൊച്ചു കുട്ടികൾ പോലും, ഇപ്പോൾ നമുക്ക് അവർ പറയുന്നതൊക്കെ ചിലപ്പോൾ ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ലീഡേഴ്സിന് ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടിയൊരു കാലമുണ്ടോ ഈ നിലയിൽ വർത്തമാനം പറയാനായിട്ട്? മേജർ മീഡിയയിൽ ഇപ്പോൾ നമ്മളൊക്കെ ഈ കോപ്പി ചെയ്യുന്ന കാർബൺ കോപ്പി വെച്ച് എഴുതി കൊടുത്ത ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വരും. ഇന്നിപ്പോൾ യങ് ലീഡേഴ്സ് ഒരു 30 വയസ്സിന് താഴെയുള്ള, 35 വയസ്സിന് താഴെയുള്ള സ്റ്റുഡൻറ്റ് യൂത്ത് ലീഡേഴ്സിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റി അല്ലേ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. പക്ഷെ അവരുടെ റോങ് എക്സ്പ്രഷൻ കൊണ്ട് പലപ്പോഴും അവർ തകരാറായി പോകുന്നുണ്ട്. ദയർ പ്രോബ്ലം. അതൊരു ചേണിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടിറ്റിയിൽ പ്രശ്നമില്ല. പക്ഷേ ഇനി ഇലക്ഷനിലേക്ക് വരാം. ഇലക്ഷനിലേക്ക് വന്നാലും അത് നമുക്ക് പിന്നീട് വരുകാം. ഈ രണ്ട് കാര്യത്തിലും ആദ്യം പറഞ്ഞ സമരങ്ങൾ, പ്രക്ഷോഭണങ്ങൾ, പ്രതിഷേധങ്ങളിൽ അതിൻ്റെ കോംപ്ലക്സിറ്റിയാണ്, സംവാദങ്ങളിൽ അതിൻ്റെ ക്വാളിറ്റിയാണ്. ഇത് രണ്ടും ഒരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. പിന്നെ അജണ്ട ഫിക്സ് ചെയ്തുകൊണ്ടുള്ള സംവാദങ്ങളാണ്. അതെ, അതാണ് പരേക്ക് പറയുന്നത്. അജണ്ട വയ്ക്കുന്ന ആളുകൾക്ക് ഓരോ താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ കർഷക സമരം റിപ്പോർട്ട് ചെയ്യുന്ന ആൾ റെയിൽവേ സമരം റിപ്പോർട്ട് ചെയ്യില്ല. ട്രേഡ് യൂണിയൻസിൻ്റെ ഒരു പ്രതിഷേധവും റിപ്പോർട്ട് ചെയ്യില്ല. കാരണം അത് വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അതിനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് റിപ്പോർട്ടിങ്ങാണ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കർഷക സമരത്തിലൊരു ബസ് തീ വെച്ചാൽ ഉണ്ടാവുന്ന റിപ്പോർട്ടിംഗ് അല്ല ട്രേഡ് യൂണിയൻ സമരത്തിൽ ഒരു തീ വെച്ചാൽ ഉണ്ടാകും. ഭയങ്കരമായ ഡിഫറൻസാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ട്. കമ്മിങ് ടു ഇലക്ഷൻസ്, അതാണല്ലോ മെയിനായിട്ടുള്ള നിങ്ങൾ എടുത്തിട്ടത്. അതെ, ഇലക്ഷൻസ് ഫെയിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫെയിൽ ചെയ്യുകയാണെന്ന് ഞാൻ പേടിക്കുന്നു. കാരണം ദ മണി ഇൻവോൾവ് ഇൻ ഇലക്ഷൻസ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് കൊടുക്കാൻ പറ്റില്ല. മെയിൻ കാരണം എന്താ? പൈസ അല്ലേ? അതെ. അപ്പോൾ സുപ്രീം കോടതി അവിടെയുണ്ട്, സാധാരണക്കാരന് ഇവിടെയുണ്ട്. ഈ രണ്ടിൻ്റെ ഇടയിലുള്ളത് പൈസയാണ്. യു കനോട്ട് റീച്ച് ഇറ്റ്, ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആക്സസിങ് ദ ജസ്റ്റിസ് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതില്ലാത്തതിന് തുല്യമായി. ഇപ്പോൾ ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റൽ ഉണ്ട്, ഇപ്പുറത്തൊരു രോഗിയുണ്ട്. ഈ സെക്യൂരിറ്റിയെ കടന്നിട്ട് ഈ രോഗിക്ക് അങ്ങോട്ട് പോകണ്ടേ? അപ്പോൾ അവിടെ വലിയ ഹാർട്ട് സർജറി നടത്തുന്ന ഡോക്ടറൊക്കെ ഉണ്ട്. പക്ഷെ ഇയാൾക്ക് ഹാർട്ട് അറ്റാക്കും ഉണ്ട്. പക്ഷെ ഇയാൾക്കവിടെ എത്തണ്ടേ? അല്ല, അത് എക്സാമ്പിൾ ഇത്തവണത്തെ കോവിഡ് സമയത്ത് ന്യൂയോർക്കിലെ പല ഹോസ്പിറ്റൽസിലും, ഈ പറയുന്ന സ്റ്റാർ ഹോസ്പിറ്റൽസിൽ വെന്റിലേറ്റർ അവൈലബിൾ ആയിരുന്നു. പക്ഷേ പലർക്കും വെന്റിലേറ്റർ അവിടെ കിടക്കണമെങ്കിലുള്ള ഇൻഷുറൻസ് കവറേജ് ഉള്ളവർക്ക് അവിടെ കിടക്കാൻ പറ്റും. ആ നിലയിലുണ്ടായിരുന്നു. അതെ, അത് പിന്നെ ഒരു എപ്പിഡമിക് സ്റ്റാൻഡേർഡ് സിറ്റുവേഷനാണ്. ഈവൻ സാധാരണ നോർമൽ ബിസിനസ് ആസ് യൂഷ്വൽ മോഡിലാണെങ്കിലും ഒരു വലിയ ഹോസ്പിറ്റൽ ഉണ്ടാവുകയും അവിടെ കൊടുക്കാൻ കാശില്ലാതിരിക്കുകയും ചെയ്താൽ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലില്ല. അതെ, ഏതാണ്ട് അതേ നിലയിലാവുന്നു ഇലക്ഷൻസ് എന്നുള്ള. ഇലക്ഷൻസ് സമ്പന്നന് മാത്രം, സമ്പന്നർക്കോ അതിസമ്പന്നരായ പാർട്ടികൾക്കോ മാത്രമേ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ. അപ്പോൾ ആ കണ്ടക്റ്റിംഗ് ഓഫ് ഇലക്ഷൻസ് അതൊരിക്കൽ ശേഷം വന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ അത് തിരിച്ചു ചെയ്തുകൊണ്ടിരിക്കുക. അൺഡൂയിങ് ഇലക്ഷൻ, അൺഡൂയിങ് ശേഷനാണ്. എവിടെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ? അപ്പം ഞാനിപ്പോൾ അതിൽ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ഇലക്ഷൻ
കണ്ടസ്റ്റ് ചെയ്യണേന് ശരാശരി 50 കോടി രൂപ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. തെലുങ്കാനയിൽ ആണ് ഇപ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ എന്നാണ് എന്നോട് പലരും, പേര് പറയാതെ കാര്യങ്ങൾ അറിയുന്നവർ പറയുന്നത്. ശരി. കർണാടക ഒട്ടും മോശമല്ല, മോശമല്ലേ? തൊട്ട് പുറകിൽ തമിഴ്നാടുണ്ട്. അപ്പോൾ ദക്ഷിണേന്ത്യയാണ് നമ്മൾ വലിയ ക്യാമെന്ന് പറയണത്. നമുക്ക് ഉത്തരേന്ത്യയെ കുറിച്ചൊക്കെ ഇച്ചിരി പുച്ഛാണല്ലോ. അതെ അതെ അതെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ പുച്ഛിക്കുന്നത് ദക്ഷിണേന്ത്യൻ ഇലക്ഷനെയാണ്. ഈ മണി പവറിൻ്റെ ഇത് അത് ഇലക്ഷനാണോ? അതൊരു തരം വ്യഭിചാരമല്ലേ? ജനാധിപത്യത്തെ വ്യഭിചരിക്കല്ലേ? ഒരു വീട്ടിൽ ഒരു വോട്ടർക്ക് 5000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിനെ ഇലക്ഷൻ എന്നാണോ പറയണേ? 4 പേരുണ്ടെങ്കിൽ 20,000 രൂപ. ഇപ്പം എന്നോട് വളരെ റെസ്പോൺസിബിളായ ഒരാൾ പറഞ്ഞത്, മിഡിൽ ക്ലാസ് പോലും ഇപ്പോൾ അത് ആഗ്രഹിച്ചു തുടങ്ങിയത്. നേരത്തെ ലോവർ ക്ലാസ് ഏറ്റവും പോറസ്റ്റായ ആളുകൾക്കാണ് പൈസ കൊടുത്തിരുന്നത്. ഇപ്പം അത്യാവശ്യം എഡ്യൂക്കേറ്റഡായ ആളുകളും പൈസ വരട്ടെ എന്നിട്ട് വോട്ട് ചെയ്യാൻ പോകാമെന്ന്. 4 പേരുണ്ടെങ്കിൽ 20,000. അപ്പം രണ്ടാളിത് വാങ്ങിക്കുക അത്രേ. 2 കൂട്ടരൊന്നും മേടിക്കും. രണ്ടാളും കൂടെ തന്നാലേ ഇവർ വോട്ട് ചെയ്യാൻ പോവുള്ളൂ. അപ്പോൾ ഇത് എവിടെ എത്തി? ഇത് ഏറ്റവും മോശമായിട്ടുള്ളത് ആന്ധ്ര, തെലങ്കാന ഭാഗത്താണ്. കർണാടകത്തിലും വളരെ മോശമല്ല. തമിഴ്നാട്ടിൽ നേരത്തെ ഈ പരിപാടി 1000 റുപ്യ വെച്ച് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, ഇലയിട്ടിട്ട് ഇലയുടെ അടിയിൽ 1000-ൻ്റെ ഒരു കവർ വയ്ക്കുക. അപ്പോൾ ഇല മടക്കുമ്പോൾ ഈ പൈസ മടക്കി വയ്ക്കുക. ഇത് എത്രയോ വർഷമായി തുടങ്ങി. കേരളത്തിൽ അതായിട്ടില്ല. എങ്കിലും കേരളത്തിലെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ വളരെ ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഇലക്ഷനുകളെ പണം വിഴുങ്ങുകയാണ്. പണമെന്ന പാമ്പ് വിഴുങ്ങിയ ഒരു ഇരയായിട്ട് ഇലക്ഷൻ മാറി. അപ്പോൾ ഹ്യൂജ് പൈസയുള്ളവർക്ക് മാത്രമേ ഇലക്ഷൻ നടത്താൻ പറ്റുള്ളൂ. പിന്നെ ഈ അനലിറ്റിക് പരിപാടികളും അങ്ങനത്തെ പിന്നെ സോഷ്യൽ മീഡിയ എൻജിനീയറിങ്ങും ഒക്കെ വെച്ചിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കോൺഫ്ലിക്റ്റുകളുണ്ടല്ലോ. ഫോൾട്ട് ലൈൻസ്, അതിനെ സോഷ്യൽ ഫോൾട്ട് ലൈൻസ്. അപ്പോൾ നമ്മൾ ഈ വർഗീയത എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ ടൂൾ. ഇപ്പം ടൂൾ കിറ്റ് എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഫോൾട്ട് ലൈനുകളിലേക്ക് ആണിയടിച്ച് കയറ്റുകയാണ്, അല്ലെങ്കിൽ അവിടെ വെടിമരുന്നിടുകയാണ്. അല്ലാതെ ജനങ്ങളത് സംസാരിക്കുകയൊന്നുമല്ല. അപ്പോൾ ഫോൾട്ട് ലൈൻസ് ഫിക്സ് ചെയ്യുക ആദ്യം. ആ ഫോൾട്ട് ലൈനിലേക്ക് കുറേശ്ശം മരുന്നിടുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് തീ കൊടുത്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പൊട്ടേണ്ട മാതിരി പൊട്ടിക്കാം. അത് ഇവിടെ ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയിലൊക്കെ ഈ റോഡ് പണി വളരെ രസകരമായിട്ട് കാണാം. അവരിപ്പോൾ ഡൈനാമിറ്റോ അല്ലെങ്കിൽ കരിമരുന്നല്ല, ഒരു കെമിക്കലാണ് ഒഴിക്കണേ. അത് പഠിച്ചിട്ടില്ല അല്ലേ? ഇല്ല. എത്ര വലിയ കരിങ്കല്ലും നിങ്ങൾക്ക് കുറച്ച് കെമിക്കൽ ഒഴിച്ചാൽ തന്നെ അടർന്ന് ഇങ്ങനെ വീഴും. അപ്പോൾ ഈ വർഗീയത എന്ന് പറയുന്ന ചെറിയ ഈ കെമിക്കൽ ഉണ്ടല്ലോ, അത് ഇതൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി പൊളിഞ്ഞ് കിട്ടും. പക്ഷെ വെരി കോസ്റ്റ്ലി. അപ്പോൾ ഈ വർഗീയ കലാപമൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. നമുക്ക് വർഗീയ കലാപത്തെ വേണമെങ്കിൽ ഒരു വെടിമരുന്നായിട്ട് വിചാരിക്കാം. പക്ഷേ ഈ കെമിക്കലുണ്ടല്ലോ അത് വളരെ കോസ്റ്റ്ലിയാണ്. പക്ഷെ ഇത്രയും മെനക്കെടൊന്നുമില്ല, പോലീസ് കേസൊന്നുമില്ല. വർഗീയ കലാപം നടത്തുമ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വർഗീയതയുടെ ഈ കുറേശ്ശെ അങ്ങനെ ഒറ്റിച്ചു കൊടുത്തു. അത് ശരിക്കും ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിൻ്റെ ഒരു വലിയ പ്രധാനം. അപ്പോൾ അത് ഫോൾട്ട് ലൈൻ പൊളിറ്റിക്സ് ആണ്. എങ്ങനെയാണ് അപ്പം നമ്മൾ ഈ ഇലക്ഷനെ ഇനിയിപ്പം വിലയിരുത്താൻ പറ്റിയത്? വളരെയധികം ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇതിൻ്റെ നമ്മൾ പ്രോബ്ലംസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സൊല്യൂഷൻസ് പറയണ്ടേ? അപ്പോൾ അതിൽ ഫണ്ടമെൻ്റലായിട്ട് ജെഫേഴ്സൺ പറഞ്ഞു തന്നെയുള്ളൂ, സിറ്റിസൺ തന്നെയാണ് അതിൻ്റെ ഗ്യാരണ്ടി. ഡെമോക്രസിയുടെ ഗ്യാരണ്ടി അതിൻ്റെ ജാഗ്രത. പൗരൻ്റെ ജാഗ്രതയല്ലാതെ വേറൊരു ഗ്യാരണ്ടിയും ജനാധിപത്യത്തിന് ജാഗ്രതയില്ലാത്ത ഒരു പൗരസമൂഹത്തിൽ ജനാധിപത്യം ഉണ്ടാവില്ല. അപ്പം ജനാധിപത്യം തന്നെ ലോകത്ത് ഒരു ക്രൈസിസിനെ നേരിടുന്നുണ്ട്. ഇപ്പം എത്രയോ രാജ്യങ്ങൾ ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ചൈന. ഇപ്പോൾ ചൈനയിൽ എന്താണ് ഇല്ലാത്തത്? ജനാധിപത്യമാണ്. പാലമുണ്ട്, റോഡുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഒരു ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് ഉണ്ട്. നമ്മളവർ തമ്മിൽ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇപ്പോൾ ലോക ജനസംഖ്യയുടെ 5% അതല്ലേ? 5-1. 20% അവർ പോയി, 20% നമ്മൾ കൊടുത്തു, ബാക്കി എല്ലാവർക്കും കൂടെ അറുപതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഫെയിലിംഗ് ഡെമോക്രസിയും അവിടെ നോ ഡെമോക്രസിയാണ്. അപ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളാണ് ബെറ്റർ. ചൈനയെക്കാളും ബെറ്ററാണ് എന്തായാലും.
അതേപോലെ തന്നെ സോക്കോൾഡ് യൂറോപ്യൻ ഡെമോക്രാറ്റിക് രാജ്യങ്ങളുടെ സ്ഥിതി എന്താ? അവിടെ ജനങ്ങളൊന്നുമില്ല. അതെ. ഇപ്പം എല്ലാം നമ്മൾ ഈ ലിസ്റ്റ് 182 രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ഇൻഡെക്സിൽ. 1-ാം സ്ഥാനത്ത് നോർവേയാണ്. അതെ, അത് നമ്മുടെ എറണാകുളം ജില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതെ 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 അതെ. അപ്പോൾ ഇന്ത്യൻ ഡിസ്ട്രിക്റ്റുകൾ ലോക രാഷ്ട്രങ്ങളുടെ അടുത്തേക്ക് എത്തി. ഇൻ ടേംസ് ഓഫ് ജനസംഖ്യയും ജനസംഖ്യയാണല്ലോ മെയിൻ. മെയിൻ പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞ് മനുഷ്യനാണല്ലോ എണ്ണം, അതെ അതെ അല്ലേ? അതെ. അപ്പോൾ ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഡെമോക്രസി നിലനിൽക്കുന്നത്. പഴയ സോക്കോൾഡ് കോളനി രാജ്യങ്ങളുമാണത്. അതെ. ഈ കോളനി രാജ്യങ്ങളുടേത് ജനാധിപത്യം പഠിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴും നമുക്കുള്ളത്. പിന്നെ ആകെ നോർവേയും ഫിൻലൻഡും പോലുള്ള ചെറിയ ചെറിയ കുഞ്ഞൻ രാജ്യങ്ങൾ. അവിടെ 55 ലക്ഷം ആളേ ഉള്ളൂ ജനസംഖ്യ. അവരും സത്യം പറഞ്ഞാൽ തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിലും റിലീജിയൻ ബേസ്ഡ് രാജ്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഫിൻലാൻഡിനെ എല്ലാവരും പുകഴ്ത്തുന്നു. അതെ, അത് ലൂതറൻ രാജ്യമാണ്. ലൂതറൻ രാജ്യം. കുരിശാണ് അവരുടെ അടയാളം അല്ലേ? അതെ അതെ അതെ. നോർവേ അങ്ങനെ തന്നെയല്ലേ? അതെ അതെ അതെ. നമ്മളതൊക്കെ ഒന്ന് ഭംഗിയായിട്ടത് കൺസീൽ ചെയ്തിട്ടുള്ളത്. അതെ അതെ അതെ. ഇപ്പൊ റഷ്യയുടെ പേട്രൺ സെയിന്റ് സെന്റ് ജോർജ് ആണ്. ഓർത്തഡോക്സ് ചർച്ച് ഇപ്പം വലിയ ഓർത്തഡോക്സ് ചർച്ച് അവിടെ കാൻറ്റിബറിയേക്കാളും പവർഫുള്ളാണ് അല്ലേ? അതെ. അതുപോലെ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം രൂപീകൃതമായിട്ടുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ ഐദർ ഇറ്റ് ഈസ് ഇസ്ലാമിക് ഓർ ക്രിസ്ത്യൻ. അപ്പം എന്ത് പറ്റി? നമ്മൾ ചിന്തിക്കണ്ടേ? 50 കൊല്ലം 70 കൊല്ലമൊക്കെ ഇരുന്ന രാജ്യങ്ങൾ അവർ തകരുമ്പോൾ അവർ തിരിച്ചാണ് പോണത്. അതെ അതെ അതെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എവിടെയാണ് പിന്നെ ഡെമോക്രസി? ഇപ്പം റഷ്യയിൽ ജനാധിപത്യം ഉണ്ടായതാണ് അമേരിക്ക വരെ പറഞ്ഞത്. അത് ഓളിഗാർക്കിയ എന്നുള്ള കാര്യം വളരെ വ്യക്തമായില്ലേ? അതെ അതെ അതെ. പിന്നെയുള്ളത് അമേരിക്കൻ ഡെമോക്രസിയാണ്. 30 കോടി ജനങ്ങളെ ആകെ ഉള്ളൂ. ഫോർമലി ഡെമോക്രസി ഉണ്ട് അവിടെ, പക്ഷെ അത് ഹൈലി കോർപ്പറേറ്റുകളുടെ കയ്യിലാന്നുള്ളത് പണ്ടേ കുപ്രസിദ്ധമായൊരു കാര്യമാണ്. പിന്നെ ലുക്കറ്റ് ലാറ്റിൻ അമേരിക്ക, അവിടെ നമ്മുടെ മാർക്കേസിൻ്റെ കഥകളിൽ പറഞ്ഞ പോലുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അവരുടെ കാര്യം നമുക്കറിയാലോ. അവിടെയാണ് ഇപ്പോൾ ചിലിയിലൊക്കെ സ്ഥിതി നമുക്ക് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം രാജ്യങ്ങളിലും ഡെമോക്രസി ഫെയിൽഡ് ഡെമോക്രസി പട്ടികയിലാണ് കിടക്കണത്. എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയുടെ ക്വാളിറ്റി ഇപ്പോൾ ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ് ഇതിൽ നിൽക്കുന്നത്. അല്ല, അതിലേക്ക് ഞാൻ പറയണത്. ആഫ്രിക്കയിലേക്ക് നോക്കും. സൗത്ത് ആഫ്രിക്ക താരതമ്യേന ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അവിടെ ഇൻട്രസ്റ്റിംഗ് കോയിലീഷനാണ്. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കോയിലീഷനാണത് അവിടെ നടക്കുന്നത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലെ അംഗകക്ഷിയാണ് സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിവിടെ ആർക്കും അറിയില്ല. നമുക്കൊക്കെ റഷ്യയും ചൈനയും മാത്രമേ ഉള്ളൂ. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഇല്ലാതായി ഫലത്തിൽ. എന്നാലും സൗത്ത് ആഫ്രിക്കയിലെ കാര്യം നമുക്കറിയില്ല. അവർ 25 കൊല്ലത്തിലധികമായിട്ട് അവിടെ ഭരണകക്ഷിയാണ്. ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭരണകക്ഷി ഡെമോക്രാറ്റിക് ആയിട്ട് ഇരിക്കുന്നത് SSCP ആണ്. വലിയ രാജ്യമാണല്ലോ സൗത്ത് ആഫ്രിക്ക, ചെറിയ രാജ്യമല്ല. അപ്പോൾ അവിടുത്തെ ജനാധിപത്യത്തിൻ്റെ പരിമിതികൾ നമുക്ക് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ. അപ്പം വെൻ യു ലുക്ക് അറ്റ് ദ ഡെമോക്രസി പെർ സേ, അതിന് തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. ലുക്ക് അറ്റ് പിന്നെ ശ്രീലങ്ക അല്ലേ? നമ്മുടെ ഭാഗമായിരുന്നു 35 വരെ ബർമ്മ, ഇപ്പോഴത്തെ മ്യാൻമാർ. അവിടുത്തെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. റോഹിംഗ്യകളോടൊക്കെ ചെയ്ത അതിക്രമം എന്നൊക്കെ പറഞ്ഞാൽ നാസികൾ ജയിച്ചു പോകും. പിന്നെ 2 ഇസ്ലാമിക് രാജ്യങ്ങൾ ഡെമോക്രസി ഉള്ളത് പിന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശാണ്. പാകിസ്ഥാൻ ഡെമോക്രസിയെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഈ സെൻട്രൽ ജയിലിലെ ഫുട്ബോൾ കളി മതിയാണ്. അവർ 2 ടീമുണ്ടാക്കും. പക്ഷെ 5 മണിക്ക് എല്ലാവരും എല്ലാരും പറയും അവസാനം. അപ്പൊ അവസാനം വാർഡം വരും. 5 മണി വരെ കളിയുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, മറ്റേ മുസ്ലിം ലീഗ് എന്നൊക്കെ പറയും. പക്ഷെ 5:30 മണിയാകുമ്പോഴേക്കും ലോക്കപ്പ് ചെയ്യും. അപ്പൊ അതും ഫെയിൽഡ് ഡെമോക്രസി. നമ്മുടെ ഏറ്റവും നല്ല ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയിരുന്നു പാകിസ്ഥാനിലേക്ക് പോയ പ്രദേശങ്ങളും ബംഗ്ലാദേശിലേക്ക് പോയ പ്രദേശങ്ങളും. അപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു തിരിച്ചടി ഈ ജനാധിപത്യ ഡെമോക്രാറ്റിക് ഇലക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഉണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് റീഡിങ്. ഞാനത് എനിക്ക് മനസ്സിലാവുന്നു. ഞാനൊരു തർക്കിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സൃഷ്ടിയാണിതെന്നാണ് നമ്മുടെ വിചാരം. ക്യാപിറ്റലിസ്റ്റുകളാണ് ഈ ഡെമോക്രസി കൊണ്ടുവന്നത്.
ജെന്യുവിനായിട്ട് അവർക്ക് താല്പര്യമില്ല. ഇല്ല. നമ്മൾ പറയാൻ വിട്ടുപോയത് UAE പോലുള്ള രാജ്യങ്ങളാണ്. അതെ, സൗദി അറേബ്യ, മിഡിൽ ഈസ്റ്റ്. അവിടെ ഡെമോക്രസി ഉണ്ടോ? പഴയ അവർക്ക് ക്വാളിറ്റി ഓഫ് ഡെമോക്രസിയുടെ പല എലമെന്റുകളുണ്ട്. റൈറ്റ് ഫ്രം റോഡ് ക്രോസ് ചെയ്യുന്നത് മുതൽ സ്ത്രീകളോടുള്ള പെരുമാറ്റം, അതായത് അക്രമങ്ങൾ, അതല്ലെങ്കിൽ വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഇതിനൊക്കെ കുറേയും കൂടെ നമ്മളെക്കാളും ഭേദപ്പെട്ട റൂൾസ് ഉണ്ട്. റൂൾ ബേസ്ഡ് ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. ദാറ്റ്സ് എ പോയിന്റ്. അതായത് നിയമവാഴ്ച നിലനിർത്തുന്നു. നമ്മളെക്കാളും ഉള്ളത് എൻ്റെ അനുഭവത്തിൽ, നമ്മൾ എത്രയോ പ്രാവശ്യം പോയല്ലോ, UAE-യിലാണ്. സൗദി വേറൊരു ഇതാണ്. UAE ആണ് ഞാൻ നോക്കിയിട്ട് ഈ റൂൾ ബേസ്ഡ് ആയിട്ടുള്ളൊരു രാജ്യം. അവിടെ നിയമമാണ്, നിയമവാഴ്ചയാണ്. ഇവിടെയൊക്കെ നേതാക്കന്മാരുടെ വാഴ്ചയാണ്, ഞാനടക്കം. അതെ, നേതാക്കളുടെ വാഴ്ചയില്ല. ആ പാർട്ടി വാഴ്ചയാണ് ഇവിടെ, അല്ലേ? അതെ, അവിടെ പാർട്ടി ഇല്ല. അതാണ് എനിക്ക് തോന്നുന്നത് പറയേണ്ടി വന്ന കാര്യം. നമ്മുടെ ജനാധിപത്യം പാർട്ടി വാഴ്ചയായി മാറിയുന്നു. അപ്പോൾ ഇനി കമ്മിങ് ടു അവർ നമ്മുടെ സിറ്റുവേഷനിലേക്ക് വന്നാൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണല്ലോ. ഇനി നമ്മളൊരു റീലുക്ക് നടത്തണം. ഇത് പ്രത്യക്ഷത്തിലുള്ള തെരഞ്ഞെടുപ്പ് അല്ല, അത് ഓരോ രാജ്യങ്ങളിൽ നിന്നും പഠിക്കാനുണ്ട്. ഫിൻലാൻഡിൻ്റെ, നോർവേയുടെ, ഇംഗ്ലണ്ടിൻ്റെ, അമേരിക്കയുടെ, ഇൻക്ലൂഡിങ് UAE-യുടെ, സൗത്ത് ആഫ്രിക്കയുടെ, എല്ലാം ഓസ്ട്രേലിയയുടെ എല്ലാ അനുഭവങ്ങളും വെച്ചിട്ട് നമ്മുടെ ഡെമോക്രസി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, ക്വാളിറ്റി ഓഫ് ഡെമോക്രസി, ഇതിനെക്കുറിച്ചാണ് ആദ്യം നമ്മൾ ബോധവാന്മാരാണ്ട്. ക്വാളിറ്റി ഓഫ് ഡെമോക്രസി എന്നൊരു സാധനം ഉണ്ടെന്ന് നമ്മുടെ ജനപ്രതിനിധികൾക്ക് പോലും അറിയില്ല. അവരിപ്പോഴും മറ്റേ നിയമസഭയിലെ പ്രിവിലേജിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ഡെമോക്രസി, ഇപ്പോൾ ഞാൻ കുട്ടികളോട്, നമ്മുടെ ക്യാമ്പസിലെ കുട്ടികളോടും പറഞ്ഞു, മഹാരാജാസ് കോളേജിലെ ക്വാളിറ്റി ഓഫ് ഡെമോക്രസി എന്താണ്, നിങ്ങൾ തന്നെ പഠിച്ചോളൂ. അവിടെ മറ്റൊരു വിദ്യാർത്ഥി യൂണിയനെ അനുവദിക്കില്ല. അപ്പോൾ ക്വാളിറ്റി ഓഫ് ഡെമോക്രസി പോയില്ലേ? ഒരു സംഘടന നടന്നാൽ ക്വാളിറ്റി ഓഫ് ഡെമോക്രസി പോയില്ലേ? അപ്പോൾ ആൽബർട്ട്സും സെൻറ് തോമസും പിന്നെ തേവരയും മഹാരാജാസും വിക്ടോറിയൊക്കെ തമ്മിൽ മത്സരിക്കട്ടെ. എന്തിന്? ആർക്കാണ് ക്വാളിറ്റി ഓഫ് ഡെമോക്രസി ഉള്ളത്? ഞങ്ങളുടെ കോളേജിൽ റാഗിങ് ഇല്ല, ഡെമോക്രസി അല്ലേ. ഞങ്ങളുടെ കോളേജിൽ സംഘടനമില്ല. ഇനി ഞങ്ങളുടെ കോളേജിൽ കോൺഫ്ലിക്റ്റ് വന്നാൽ റിസോൾവ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. ഞങ്ങളുടെ കോളേജിൽ ക്യാമ്പസിൽ ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്. ഞങ്ങളുടെ കോളേജിൽ പിന്നെ എന്താ പറയുക, ചലഞ്ച്ഡായ കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. ഇപ്പം ഞാൻ കേരളോർമയിൽ ഈ കുട്ടിയെ തോൽപ്പിച്ചില്ല നമ്മുടെ. ഇപ്പം ഞാൻ SFIയുടെ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ആ കുട്ടിക്ക് വോട്ട് ചെയ്യാൻ പറയായിരുന്നു. മറ്റേ കാഴ്ചയുടെ ഇതുണ്ടായ കുട്ടിയാണ്. അത് ഡെമോക്രസി അല്ലേ? വെറും കക്ഷി മാത്രം. ഒരു ഗായകനായ ഒരു കുട്ടി, ഇച്ചിരി അംഗപരിമിതിയുണ്ട്, ആ കുട്ടി ഇലക്ഷൻ എന്നാൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? അപ്പോൾ എന്താ ഡെമോക്രസി? ഡെമോക്രസി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രാതിനിധ്യമാണ്. അവിടെയാണ് ക്വാളിറ്റി ഓഫ് ഡെമോക്രസി. അപ്പോൾ കേരളോർമയിലെ ക്വാളിറ്റി ഓഫ് ഡെമോക്രസി പാതാളത്തിലേക്ക് പോയി. അത് ആര് പോയി എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഉത്തരവാദികൾ ആരാതുകൊണ്ട് ഇപ്പോൾ ഞാൻ അവരെ കുഴപ്പമുണ്ടാക്കാൻ ഞാനും കൂടെ കൊണ്ടു നടന്നൊരു സംഘടനയല്ലേ? അല്ല, അവർ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് ഡെമോക്രസി എന്ന പാരാമീറ്റർ പരിശോധിക്കപ്പെടണം. അതിനാണ് സംവാദങ്ങൾ ഉണ്ടാവേണ്ടത്. അവിടെയാണ് മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പല ഇൻഡെക്സുകൾ വരുന്നുണ്ടല്ലോ, ക്രൈം ഇൻഡെക്സ് വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം, പുകയുടെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്, ഇതൊക്കെ പറയുന്നത് പോലെ കേരളത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ഡെമോക്രസി വീടിനകത്ത്, ക്ലാസ് റൂമിനകത്ത്, അല്ലെങ്കിൽ ക്യാമ്പസിനകത്ത്, ഹോസ്പിറ്റലുകളിൽ, എന്തിന് ജയിലുകളിൽ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത് തലത്തിൽ നിങ്ങൾ ഈ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 2030 ഡോക്യുമെന്റിൽ അന്ന് വളരെയധികം ചർച്ച ചെയ്തതാണ്. KM ചന്ദ്രശേഖർ ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ ഞാനതിലൊരു ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, ഡെവലപ്മെന്റ് മാത്രം പോരാ, ഡെമോക്രസി വേണം. അതിനാണ് ഞങ്ങൾ ഫിൻലൻഡ്, നോർവേ എടുത്തത്. അതിലേക്ക് ലുക്ക് അറ്റ് ഇറ്റ്. പെർ ക്യാപിറ്റ ഇൻകം കൂടിയാൽ പോരാ. ചൈനയിൽ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്, ബെറ്ററാണ്, എത്രയോ, എല്ലാവരെക്കാളും ഇല്ല, എന്നാലും മച്ച് ബെറ്റർ ദാൻ us. അപ്പോൾ അതിലെ ക്വാളിറ്റി ഓഫ് ഡെമോക്രസി എന്നുള്ള കണ്ടൻറ്റ് എടുത്ത് പരിശോധിക്കാതെ തെരഞ്ഞെടുപ്പ് റിഫോമിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല.
എന്തിനാണ് റിഫോം? അതിൻ്റെ ഫണ്ടമെൻ്റൽ പോയിന്റ് അതാണ്, ക്വാളിറ്റി ഓഫ് ഡെമോക്രസി ആണ്. അതാണ് ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി ഇത്രയും സ്വീകാര്യനായത്. അയാൾ അതിൽ വളരെയധികം ശ്രദ്ധിച്ച ഒരാളാണ്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കള്ളവോട്ട് ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പോൾ ഞാനല്ലേ പുതുപ്പള്ളിയിൽ അവിടെ പോയിട്ട് ഇപ്പോൾ ഒരു പ്രധാന ചുമതലക്കാരൻ അപ്പോൾ ഞാനിങ്ങനെ നോക്കി, അപ്പോൾ അവിടെ ഈ പരിപാടി ഇല്ല, കള്ളവോട്ടില്ല. നമുക്കിതെല്ലാം അറിയാലോ. അതൊക്കെ അറിയാം. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഇപ്പം ഇവിടെ എങ്ങനെ ഈ ജനാധിപത്യ വോട്ട് ഇല്ല. അത്തരം ഇവിടെ ആലോചിച്ചിട്ട് പോലും ഇല്ല. മീനിങ് ഇറ്റ്സ് ഗുഡ് അല്ലേ? ജോസ് കെ മാണി പാലായിലെ കുറിച്ച് ഒരു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ അത് ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത്. നിങ്ങൾ മറ്റുള്ള പല മണ്ഡലങ്ങളിലും രക്തസാക്ഷി മണ്ഡലങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. രക്തസാക്ഷി മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘടനത്തിൻ്റെ പേരിൽ മരിച്ചവരെന്ന അർത്ഥം. ഈ പാലയിൽ അങ്ങനെ ഒന്നും ഇല്ലയെന്ന്. സംഘടന ഇല്ല, മരണമില്ല. ഒരു പാർട്ടിയുടെ ആരും മരിച്ചിട്ടില്ല. ഞാൻ 2 സ്റ്റോൾ വാട്ടുകളുടെ കാര്യം പറയാം. രണ്ടുപേരും 50 വർഷത്തിലധികം ഒരേ മണ്ഡലത്തിൽ ജയിച്ചവരാ അല്ലേ? കെ എം മാണിയും ഉമ്മൻചാണ്ടിയും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ലെഫ്റ്റൊക്കെ ഉയർത്തി കാണിക്കുന്ന പ്രദേശങ്ങൾ, അവിടെ സമര സംഘർഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇപ്പം നീണ്ടൂർ രക്തസാക്ഷികൾ, പന്തളം രക്തസാക്ഷികൾ, അല്ലെങ്കിൽ മുനയംകുന്ന്, പാടിക്കുന്ന്, അതൊന്നും ഇതായിട്ടല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ വലിയ ഫൈറ്റുകളുടെ ഭാഗമായിട്ടാണ്. ഇത്തരത്തിലുള്ള ഈ ഊത്തുപിടുത്തം, ആളുകളെ അടിച്ചോടിക്കൽ, അതിൻ്റെ ഭാഗമായിട്ടുള്ള അക്രമങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ സമരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ സമരത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അതല്ലാത്ത ഇംപ്ലോഷൻ ഓഫ് ഡെമോക്രസി എവിടെയൊക്കെയാണ് ഉണ്ടായതെന്നുള്ളത് ക്ലാസ് മുറികളും ക്യാമ്പസുകളും മുതൽ കിടപ്പ് മുറികൾ വരെ ചർച്ച ചെയ്യണം. ഇപ്പം അത് കുറച്ച് ചർച്ച വന്നു. അതാണല്ലോ ബലാത്സംഗത്തിൻ്റെ നിർവചനം മാറി. ഭർത്താവിന് പോലും ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല. മാരിറ്റൽ റേപ്പ് എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പം വന്നത് ഒരു 5 കൊല്ലമായിട്ടുള്ളൂ അല്ലേ? മറ്റേത് കേട്ട ആൾക്കാർ ചിരിക്കുമായിരുന്നു അല്ലേ? അതേപോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വർത്തമാനത്തിൽ സിനിമാ നടിമാരാ പറഞ്ഞത്. റമിയൊക്കെയാണത് ആദ്യമായിട്ടുള്ള വാക്ക്, രാഷ്ട്രീയക്കാരല്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സിനിമയെന്നാണ് വന്നത്. അതുപോലെ സ്ത്രീകളാണ് ഈ റേപ്പിൻ്റെ, സ്ത്രീകളുടെ മൂവ്മെൻ്റാണ് കൊണ്ടുവന്നത്. ജെൻഡർ അവരെ കൊടുത്തത്, പൊളിറ്റിക്കൽ പാർട്ടികളല്ല. ഇൻ ഷോർട്ട് ഒരു ബിഗ് ക്യാൻവസിൽ ഡെമോക്രസിയെ കണ്ടിട്ട് വേണം തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ക്വാളിറ്റി ഓഫ് ഡെമോക്രസി, രണ്ടാമത്തെ ട്രസ്റ്റ് ഇൻ ഡെമോക്രസിയാണ്. ജനാധിപത്യത്തിലുള്ള എൻ്റെ വിശ്വാസം, ഈ 2 കാര്യങ്ങളാണ് ഡെമോക്രാറ്റിക് സ്റ്റഡീസിലെ ഫണ്ടമെൻ്റലി. എനിക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാരെ വിളിച്ചിട്ട് ചോദിച്ചാൽ ചിലരൊക്കെ വെറുതെ പറയും ബ്രിട്ടീഷുകാരായിരുന്നു ഭേദം. അപ്പോൾ എന്താ അവരുടെ ഒരു തിങ്കിങ്? അവരല്ലേ റെയിൽവേ കൊണ്ടുവന്നത്. ഞാനിപ്പോൾ ആരോടും അങ്ങനെ പറയാറില്ല, കാരണം അവരൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മുടെ സമയം പോകുന്നല്ല. പക്ഷെ തെറ്റാണ്. അപ്പോൾ ഈ ട്രസ്റ്റ് ഇൻ ഡെമോക്രസി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഡെമോക്രസിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു വിഭാഗം ഇപ്പോൾ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത ഒരു സുഹൃത്താണ്, തിരുവിതാംകൂർ രാജകുടുംബത്തിലെ മിക്കവരുമായിട്ട് വളരെ അടുപ്പമുള്ളതാണ്. രാജാവായിരുന്നു നല്ലത്. അത് വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അവിടെ നമ്മൾ എന്തുകൊണ്ട് പറയുമെന്ന് നോക്കണം കേട്ടോ. അവരുടെ ഉടുപ്പ്, നടപ്പ്, വിനയം, അതൊക്കെ നമ്മൾ ജനാധിപത്യ നേതാക്കന്മാരിൽ ഇല്ല എന്ന് പറയുമ്പോൾ അവർ നല്ലതെന്ന് പറയണേ. അല്ല, അതുകൊണ്ട് അത് കണ്ടോളണം. അപ്പോൾ അതൊക്കെ ഇതൊക്കെ യു ലുക്ക് അറ്റ് യുവർ ഓൺ മിറർ. ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, കണ്ണാടിയിൽ നോക്കിയാൽ മതി. എന്തുകൊണ്ട് തമ്പുരാട്ടിമാരെ എന്ന് വിളിക്കുന്നു, അവരുടെ ഉടുപ്പും നടപ്പും കാണുമ്പോൾ പോകുന്നത് അവർ വളരെ സിമ്പിളാണ്. ഞാനൊരിക്കൽ MVR പോയിട്ട് പോയിട്ടുണ്ട് കാണാൻ, ചിത്ര തിരുനാളിനെ കാണാൻ. വളരെ രസമാണ്. അപ്പോൾ അദ്ദേഹം ഈ വരാന്തയുടെ അങ്ങേറ്റത്ത് നടന്നു വരിക. അപ്പോൾ MVR ഒരു രാജാവാണല്ലോ. അപ്പോൾ ഇദ്ദേഹം മഹാരാജാവ്, അദ്ദേഹം തൊഴുതുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ മൂപ്പർക്ക് തൊഴാനൊന്നും ഇത്ര താല്പര്യമില്ല. അപ്പം ഞാൻ ചെവിയിൽ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്തു, തൊഴണം.
അപ്പോൾ ഒരു മനമില്ലാ മനസ്സോടുകൂടി ഒന്ന് തൊഴുത് വെച്ചാൽ അത് വിനയക്കുറവുകൊണ്ടല്ല. അല്ല. അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, സർപ്പങ്ങൾക്കൊക്കെ സൗഖ്യമാണല്ലോ. കാരണം അവർക്ക് ഈ സർപ്പം. അതെ 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 അതെ. ഞാൻ പറഞ്ഞത് പക്ഷേ രാജഭരണമാണോ നല്ലത്? അല്ല. ഡെസ്പൈറ്റ് ഓൾ ദീസ് തിങ്സ് അതെ. എങ്ങനെ രാജഭരണം നന്നാവണേ? നന്നാവണത്. ഇനി രാജഭരണകാലത്തുള്ള അന്തഃപുര പ്രശ്നങ്ങളും അവിടുത്തെ പിടിച്ചുപറികളും തട്ടിപ്പുകളും ഇന്നത്തെ വലുതാണോ? എന്തോ ഒരു കാസ്റ്റിസ്റ്റായിരുന്നു അത്. അതെ അതെ അതെ. അപ്പോൾ ട്രസ്റ്റ് ഇൻ ഡെമോക്രസി പൂർണ്ണമല്ല. പലപ്പോഴും ഡെമോക്രസിയിലെ ചില വിമർശനങ്ങൾ കാണുമ്പോൾ ആളുകൾ ബെറ്റർ ഡെമോക്രസിക്ക് വേണ്ടിയല്ല പറഞ്ഞേ, പഴയ ഒരു ബ്രിട്ടീഷുകാരായിരുന്നു നല്ലത് എന്ന് പറഞ്ഞു, തിരുവിതാംകൂർ രാജാക്കന്മാരായിരുന്നു, കൊച്ചി രാജാവായിരുന്നു നല്ലത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഡെമോക്രസിയെക്കുറിച്ചുള്ള ഇല്ലിറ്ററസിയാണ്. സ്റ്റിൽ വി ആർ ഇല്ലിറ്ററേറ്റ് അബൌട്ട് വാട്ട് ഡെമോക്രസി ഈസ്. അപ്പോൾ ഇതാണ് നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം. വൈ ഡെമോക്രസി, എന്തുകൊണ്ട് ജനാധിപത്യം വേണം എന്നുള്ള ഒരു വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നുണ്ട്. പിന്നെ കമ്മിങ് ടു ദ റിഫോർമേഷൻസ്, റിഫോംസ് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ പിന്നെ റൂൾ ബേസ്ഡ് ആണല്ലോ. അതെ അതെ അതെ. അത് നമ്മൾ വളരെയധികം ഞാനൊരു ഓപ്പൺ ചെയ്യണോ ചർച്ച? അല്ല, ഞാൻ പറയണ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് ഔട്ട് ഓഫ് ദ ബോക്സിൽ ഈ ഡയറക്റ്റ് ഇലക്ഷൻസ് മഹാത്ഭുതവും ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ഒക്കെ ശാപവും എന്ന് പറഞ്ഞിട്ട് ഞാൻ യോജിക്കുന്നില്ല. ഇതിനൊരു ക്രിട്ടിക്കൽ മാസ് ഉണ്ട്. നമ്മൾ ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ നമ്പർ കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ പോസ്റ്റർ പ്രചരണം അങ്ങനെ തുടങ്ങി, പിന്നെ മാധ്യമങ്ങൾ നമ്മുടെ ദൃശ്യമാധ്യമം തുടങ്ങി, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെത്തി. അതെ. അപ്പോൾ ആ ക്രിട്ടിക്കൽ മാസ് എത്രയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. ഈ ക്വാണ്ടിറ്റി മേക്സ് ക്വാളിറ്റി എന്നുള്ള നേരത്തെ പറഞ്ഞതുപോലെ അതെ. ഒരു 50 ആളുടെ ഇലക്ഷനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റില്ല. ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ. 500 ആളെയും പറ്റില്ലല്ലോ. ഇല്ല. ഒരു വാർഡിൽ 1000 വോട്ടല്ലേ ഉള്ളൂ. അതെ. അവിടെ എന്താ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ആളുകൾക്ക് പരസ്പരം അറിയും. എക്സാക്ട്ലി. അപ്പോൾ അതാണ് ഈ സോവിയറ്റ് എന്ന് ലെനിൻ പണ്ട് പറഞ്ഞത്. അതെ അതെ. അവിടെ ജനാധിപത്യം ഒന്നും ഉണ്ടായില്ല. അതെ. ഈ സവ്യത എന്ന് പറഞ്ഞ കൗൺസിലാണ്. അതെ അതെ. അപ്പോൾ സ്മോളസ്റ്റ് കൗൺസിൽ, യൂണിറ്റ് ഇസ് ദ ബെസ്റ്റ് ബെറ്റ്. അതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ. ഇതൊരു ഔട്ട് ഓഫ് ബോക്സ് പറയാം. അതെ. സ്മോളസ്റ്റ് യൂണിറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അനലിറ്റിക് കമ്പനികൾക്കൊന്നും വലിയ റോളില്ല. അതെന്തുകൊണ്ട് നമുക്ക് പരീക്ഷിച്ചുകൂടാ? അതായത് ഒരു ഇൻഡയറക്റ്റ് വേ ഓഫ് ഇലക്ഷൻസ്. കാരണം ഇന്ത്യ ഈസ് ടു ബിഗ്. അതെ. 1 ലക്ഷം അല്ല 10 ലക്ഷമാണ് ശരാശരി ഒരു ലോക്സഭ എന്ന് പറഞ്ഞ ചെറിയ രാജ്യത്തെ ജനസംഖ്യയായി. അതൊന്ന് നമ്മൾ 5 മണ്ഡലമായ അവിടുത്തെ രാജ്യമായി. അതെ അതെ അതെ. അല്ലേ? അതെ. അപ്പോൾ ഇതിനൊരു ക്രിട്ടിക്കൽ മാസ് ഉണ്ട് എന്നിടത്താണ് ഞാൻ നിൽക്കണേ. അതുകൊണ്ടാണ് ഈ ഇലക്ട്രൽ ഈ മണി പവർ ഇത്രയധികം വരുന്നത്. അതുകൊണ്ടാണ്. മാത്രമല്ല 10 ലക്ഷം വോട്ടർമാരുണ്ടാവുക, 1000 വോട്ടിന് ആൾ ജയിക്കുക. അതെ. അപ്പോൾ എത്ര പോയിന്റ് വ്യത്യാസം വരണേ? അതെ അതെ. ഇപ്പം ഞാൻ തന്നെ 481 വോട്ടിനാണ് തോറ്റത് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അത് 1.5 ലക്ഷം വോട്ട് ഉള്ളൊരു സ്ഥലത്താണ് പറയണത്. അപ്പോൾ എന്തും ബൈ ഹുക്ക് ഓർ ക്രുക്കിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പോൾ അതുകൊണ്ട് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്നുള്ള ആ കോൺസെപ്റ്റ് ഇപ്പോൾ ഞാൻ അതിൻ്റെ മുഴുവൻ ബ്ലൂ പ്രിൻ്റ് വരയ്ക്കല്ല. ഇന്ത്യക്ക് അന്യമാകരുത്. അതിപ്പോൾ നമ്മൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ എങ്ങനെ എലക്ട് ചെയ്യണേ? രാജ്യസഭ എങ്ങനെ എലക്ട് ചെയ്യുന്നത്? അല്ലേ? അതെ. ഇപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എലക്ട് ചെയ്യുന്നത് MLA-മാരുടെ വാല്യൂ വെച്ചിട്ടാണ്. അതെ. ഒരു MLA-ക്ക് ഇത്ര വോട്ടല്ല. അല്ല. ആ MLA റെപ്രസെൻ്റ് ചെയ്യുന്ന സംസ്ഥാനത്തെ ജനസംഖ്യയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതെ അതെ. അതുകൊണ്ട് ഇപ്പോൾ ത്രിപുരയിൽ 60 ആൾക്ക് വോട്ടുണ്ടെങ്കിൽ ആ 60-ൻ്റെ വാല്യൂ അല്ല ഇവിടുത്തെ 140. അതെ. അപ്പോൾ അത് കൃത്യമായ വാല്യുവേഷൻ മെത്തേഡ് ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ചെറിയ ആൾക്കാരെ പിടിച്ചിട്ട് കാര്യമില്ല. അതെ അതെ അതെ. അപ്പോൾ സ്മോളർ യൂണിറ്റിലേക്ക് പോയിട്ട് എലക്ഷൻ നടത്തുന്നതാണ് നല്ലത്. പക്ഷേ MLA-മാരുടെ ഇലക്ഷനും ഭയങ്കരമായ പൈസയിലേക്ക് എത്തി അല്ലേ? അതെ അതെ. ദെൻ യു ഗോട്ട് ബിലോ പഞ്ചായത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് പറയാം. ഞാനിപ്പോൾ ഒരു ആർഗ്യൂ ചെയ്യല്ല, ഒന്ന് എക്സസൈസ് ചെയ്യുക.
ഇപ്പോൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ 150 പഞ്ചായത്ത് മെമ്പർമാരുണ്ടെന്നിരിക്കട്ടെ, അവർ വോട്ട് ചെയ്താൽ പോരെ? ഈ ഡയറക്റ്റ് ഇലക്ഷന് പകരം 150 പഞ്ചായത്ത് മെമ്പർമാരെ കൂടി ഒരു അസംബ്ലി മണ്ഡലത്തിൽ MLA. അതെ, ഇനി അല്ലെങ്കിൽ ഇനി മെമ്പർമാർ വേണമെന്നില്ല. അതാണല്ലോ അമേരിക്കൻ പോളിങ്. അതെ, അമേരിക്കയിൽ മത്സരിക്കുന്ന ഒരാൾ തന്നെയാണ്. അതെ അതെ അതെ. പക്ഷെ ഓരോ ചെറിയ യൂണിറ്റിലും 50 യൂണിറ്റിലും എങ്ങനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് അവർ നോക്കണേ. ഇലക്ട്രൽ കോളേജിൽ അതിൻ്റെ ഇത് വരുന്നത് മനസ്സിലായോ? സ്മോളർ യൂണിറ്റ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അല്ലാതെ ഒരു ചെറിയ യൂണിറ്റിന് വലിയ യൂണിറ്റിൻ്റെ റിസൾട്ടിനെ മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇലക്ട്രൽ റിഫോംസ് ഡിസ്കഷൻ മുഴുവൻ ഇപ്പോഴും ചില ടെക്നിക്കാലിറ്റീസിനെ വെച്ച് പോരാ. അപ്പോൾ അതുകൊണ്ട് ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കണം. ഈ പറയുന്ന പാർലമെൻറ്റ് മെമ്പറെ, അതാണല്ലോ നമ്മുടെ ഭരണഘടന മാറ്റാൻ അധികാരമുള്ള ആൾ. അതെ അതെ അതെ. അങ്ങനെ വോട്ട് ചെയ്യുന്നതിൽ ഇനി ഡയറക്റ്റ് വോട്ടിംഗ് ഉണ്ടായിക്കോട്ടെ, അതിനൊരു പെർസെൻറ്റേജ് കൊടുത്തോളൂ. ഒരു 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 വെയിറ്റേജ് 50% ഡയറക്റ്റ് വോട്ട്, ആ ഡയറക്റ്റിൻ്റെ വെയിറ്റേജ് ഇട്ടു, ബാക്കിയുള്ള ഇൻഡയറക്റ്റ് വരട്ടെ. ഇപ്പം ഇപ്പോഴത്തെ പണത്തിൻ്റെ ഒരു സ്വാധീനം പറയണമെന്ന് പറഞ്ഞാൽ ഒരു പാർലമെൻറ്റ് സീറ്റിന് ഏതാണ്ട് 100 കോടി രൂപ ചിലവഴിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഒരു പാർലമെൻറ്റിനോ? ഒരു അസംബ്ലിയുടെ കാര്യം പറഞ്ഞു. അല്ല, അപ്പം ഞാൻ പാർലമെൻറ്റിൽ താരതമ്യേന കുറവാണ്. ഓക്കെ ഓക്കെ. ഈ പെരുക്കങ്ങൾ ഓക്കെ. കാരണം അതിനിപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ 1000 ഒക്കെ ചിലവാക്കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അറിയാത്ത കാര്യം നമ്മൾ പറയാൻ ശരിയല്ല. അല്ല, ഞാൻ പറയണത് ഇപ്പം 300 പാർലമെൻറ്റ് സീറ്റ് ലോക്സഭാ സീറ്റ്, ഒരു സീറ്റിന് 100 കോടി വെച്ചാൽ 30,000 കോടി രൂപ അതങ്ങോട്ട് ഇറക്കുക. അതെ, അത് നമ്മളിപ്പോൾ മാർച്ച് പറഞ്ഞില്ല, മണി കമ്മോഡിറ്റി മണി എന്നും പണ്ട് ക്ലാസിക്കൽ CMC ആദ്യം പണി ഇറക്കുക, മണം ഇറക്കുക, ചരക്ക് വാങ്ങുക, വീണ്ടും വീണ്ടും ഇത് പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഇന്ത്യയുടെ ഇന്നത്തെ കേന്ദ്ര ബഡ്ജറ്റ് 12 ലക്ഷം കോടി കോടിയാണ്. അത് കൺട്രോൾ ചെയ്യുന്ന ആളാ. അതാണ് പറയുന്നത്. അപ്പോൾ 30,000 കോടി രൂപ ഇറക്കിയാൽ 12 ലക്ഷം കോടി കൺട്രോൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താം. അതൊരു ഷെയറാണ്. അത്ര ചെറുതല്ലാതെ. അതെ അതെ ശരിയാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഇൻഡയറക്റ്റ് മെത്തേഡുകൾ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് 2 അസംബ്ലി ഇല്ലല്ലോ, ഐ മീൻ ചേംബർ ഇല്ല. അതെ. എന്തുകൊണ്ട് അത് പാടില്ല? ഇപ്പോൾ ചെറിയ സ്റ്റേറ്റ് ആയിരുന്ന കാലത്ത് പാടില്ല എന്നാണ്. ഇപ്പം 3.5 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് അവരുടെ പ്രതിനിധികളെ വിടാം. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ പഞ്ചായത്തുകൾക്ക് പാർലമെൻറ്റിൽ, ഈ അസംബ്ലിയിൽ മാത്രമല്ല, ഈ പാർട്ടികളിൽ തന്നെ പാർട്ടികളുടെ പ്രാതിനിധ്യ സ്വഭാവം. പണ്ടിപ്പം പാർട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തൊഴിലാളി സംഘടനകളുണ്ട്, കർഷക സംഘടനകളുണ്ട്, അധ്യാപകരുടെ ഇതുണ്ട്, അല്ലെങ്കിൽ വിവിധ ജനവിഭാഗങ്ങളെന്ന് പറയും. അതിൽ ആദ്യം പറഞ്ഞ സംഘടനകളുടെ പ്രതിനിധികൾ കുറഞ്ഞു വരികയാണ്. അവരൊക്കെ ആ സംഘടനകളിലൂടെ ഗ്രാജുവേറ്റ് ചെയ്ത് പോകാന്നല്ലാതെ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ടോ, PK കുഞ്ഞച്ചൻ, ഈ ബാലാനന്ദൻ, ഇപ്പം ഞാൻ CPM-ൻ്റെ പരിചയമല്ലേ എനിക്കുള്ളത്. അതെ അതെ. അവരൊക്കെ അവിടെ വന്ന് ഇരിക്കുന്നത് എങ്ങനെയാണ്? അവരൊക്കെ സി കണ്ണൻ അവരൊക്കെ ഓരോ ബോഡി, പിന്നെ OJ ജോസഫ്, അവരൊക്കെ ഇരിക്കുന്നത് ഓരോ അംബാസഡർമാരായിട്ടാണ്, ഒരു വലിയ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളെന്ന് മാത്രമല്ല അവരുടെ ഓൾ ഇൻ ഓൾ. ഇപ്പോൾ കർഷക തൊഴിലാളി, ഇപ്പോൾ ഈവൻ VS അച്യുതാനന്ദൻ സെക്രട്ടേറിയറ്റിൽ ഇരുന്നത് കർഷക തൊഴിലാളിയുടെ അംബാസഡറായിട്ടാണ്. റൈറ്റ് ഓർ റോങ്? OJ ഇരുന്നത് പിന്നെ തൊഴിലാളികളുടെ ആളായിട്ടാണ്. സി ഇരുന്നത് അങ്ങനെയാണ്, കണ്ണാനിരുന്നത്. അപ്പം അങ്ങനെ ഉള്ള ആ റെപ്രസെൻറ്റേഷൻ പലയിടത്തും കുറഞ്ഞ് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നേരത്തെ ആദ്യം പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ടോപ്പ് പൊളിറ്റിക്കൽ, എന്താ പറയുക, ടോപ്പ് നോച്ച് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ കാണുന്നില്ല. ഇപ്പം INTUC ഉണ്ട്, ഉണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തക സമിതിയിൽ INTUC പണ്ട് വയലാർ രവി പോലും INTUCയുടെ നേതാവായിരുന്നു. എക്സാക്ട്ലി INTUCയുടെ ആളും കൂടി ആയിരുന്നല്ലോ. അതെ അതെ. പിന്നീട് അദ്ദേഹം ഇവരുടെ അതിലേക്ക് വന്നെങ്കിലും തൊഴിലാളിയുടെ ആളായിരുന്നു. കൊച്ചിൻ പോർട്ട് വയലാർ രവിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കൊച്ചിൻ തുറമുഖ തൊഴിലാളി യൂണിയൻ, അല്ലെങ്കിൽ അവിടുത്തെ CPSA എന്ന് പറയുന്ന യൂണിയനുകളുമായി ചേർന്നാണ് നിന്നിരുന്നത്.
അപ്പോൾ ആ യൂണിയനുകളുടെ അല്ലെങ്കിൽ ആ തൊഴിലാളികളുടെ ഒരു പ്രാതിനിധ്യം ആ രാഷ്ട്രീയ പാർട്ടിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിൽ നോക്കുമ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവര് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ ആവണമെന്നില്ല. അവർ പലപ്പോഴും ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കി എടുത്തിട്ട് പിന്നെ ആ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഒരു ജോലി അതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതിലിപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ എത്ര ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉണ്ടെന്നുള്ളത് എനിക്കോ അറിഞ്ഞൂടാ, സേതുവിനെ അറിഞ്ഞൂടല്ലോ. ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് വന്നിരിക്കുക. അതെ 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 അല്ല, അത്ര ആ നിലയിൽ അതിൻ്റെ ഒരു ഡിമിനിഷിങ് ഒരു അപ്പോൾ അത് സ്റ്റഡി ചെയ്യണം. ഇന്ത്യൻ ലോക്സഭയിൽ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് എത്ര പേരുണ്ട്, കിസാൻ ലീഡേഴ്സ് എത്രയുണ്ട്. ഇപ്പൊ നമ്മള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ക്രെഡൻഷ്യൽസ് എന്ന് പറയില്ല, അതെ അതെ ക്രെഡൻഷ്യൽ റിപ്പോർട്ട്. അതെ, ഇപ്പൊ ആള് സ്വത്ത് എത്രയാന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതൊരു ഒരു 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 അർത്ഥശൂന്യമല്ല. അത് മാത്രം പോരെ, നെസസറി ബട്ട് നോട്ട് സഫിഷ്യന്റ്. അത് മാത്രം ചോദിച്ചാൽ പോരെ. നിങ്ങൾ ആരെ പ്രതിനിധീകരിക്കും? നിങ്ങൾ ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിച്ചോളൂ. അതെ, ഞങ്ങൾ വ്യാപാരികളുടെ ആളാണ്, അതെ, ഞങ്ങളെ കണ്ടാൽ മതിയല്ലോ. അതെ അതെ അതെ. അപ്പോൾ ആ ഒരു തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ. പിന്നെ നമ്മുടെ സഭകളിലെ ഇപ്പോൾ ഒരു വലിയ റിഫോം വന്നു, വനിതാ പ്രാതിനിധ്യം. അതെ, വെൽ ആൻഡ് ഗുഡ്. ആയിട്ടില്ല. അതിപ്പോൾ ആദ്യത്തെ പാർലമെൻറ്റിലെ ആദ്യത്തെ നിയമം പാർലമെൻറ്റ് മന്ദിരത്തിലെ ഇതായത് നന്നായി, എല്ലാവർക്കും യോജിക്കാൻ പറ്റി. ഇത് വലിച്ചു കയറി കളഞ്ഞവരവിടെ ഇരിക്കണം. അതെ 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 അതെ. ഇത് കൊണ്ടുവന്നവരിലും ഉണ്ട്. മറ്റ് നമ്മുടെ സോക്കോൾഡ് സെക്കുലർ പാർട്ടികളും വലിച്ചു കയറി കളഞ്ഞവരാണ്, SP അടക്കം, അല്ലേ? അപ്പോൾ അവർ മാറി. അപ്പോൾ അത് ചേഞ്ച് ഫോർ ഗുഡ്. അപ്പോൾ നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസിയിൽ സ്ത്രീകൾക്ക് 1/3 കൊടുക്കണം എന്നുള്ള തീരുമാനമായി. ഇനി അത് നടപ്പിലാവേണ്ട പ്രശ്നമേ ഉള്ളൂ, അല്ലേ? രണ്ടാമതായിട്ട് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ യുവജന സംഘടനകളൊക്കെ പറയുന്നത്, എന്തിനാ 25 വയസ്സ് വരെ കാത്തിരിക്കുന്നത്? കുറച്ചുകൂടെ നേരത്തെ 21 മേയറായില്ലേ? അതെ. അപ്പോൾ MLA ആയിക്കൂടെ? അവിടെ കാണിച്ചു കൊടുത്തല്ലോ ഭാര്യ. ആ കുട്ടിയെക്കുറിച്ച് വിമർശനമാണോ ഇല്ല, അതൊക്കെ വേറെ വിഷയം. ആരെക്കുറിച്ചും ഉണ്ടാവും. അപ്പോൾ 21 വയസ്സിൻ്റെ വിമർശനം അല്ലല്ലോ, അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിമർശനം ഉണ്ടാവും. അപ്പോൾ 21 വയസ്സിൽ മേയറാവാം എങ്കിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാമെങ്കിൽ, എന്തുകൊണ്ട് MLA MP ആയിക്കൂടാ? അപ്പോൾ നമ്മുടെ കുട്ടികൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നത് 20 വയസ്സ് 21 വയസ്സിന്, അല്ലേ? BTechോ BScോ ഒക്കെ കഴിയുന്നത്. പിന്നെയും ഇവർ പാർട്ടി ഓഫീസിൽ കാത്തു നിൽക്കണം. 5 വർഷം MLA ആവാനായിട്ട്. MLA ആവാനല്ല, ആ ഏജ് ഇതാവാനായിട്ട്. എനിക്ക് ഫ്യൂ ഡേയ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ 82-ല്. അപ്പോൾ അന്ന് ഞാനൊരു പ്രധാന ഏസുകാരനായിരുന്നല്ലോ. അന്ന് ആ ചെറിയ വ്യത്യാസം ഞാൻ തന്നെ എന്നോട് തന്നെ കാൻഡിഡേറ്റ്സിനൊക്കെ സെലക്ട് ചെയ്യാൻ പറഞ്ഞൊരു അനുഭവം ഉണ്ട് തിരുവമ്പാടിയിൽ. അന്നൊരു അച്ഛനുണ്ടായിരുന്നു സെൻറ് തോമസ് കോളേജിലെ, ജോസ് ചിറ്റിലപ്പള്ളി അച്ഛനായിരുന്നു. അദ്ദേഹം ചെയർമാനായിരുന്നു. അപ്പോൾ EMS ഒക്കെ അത് നമ്മുടെ പാർട്ടി സ്റ്റേറ്റ് സമ്മേളനത്തിലൊക്കെ എടുത്തു പറഞ്ഞു. ജോസ് ചിറ്റിലപ്പള്ളി സിറിയൻ കാത്തലിക് പുരോഹിതൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ സജസ്റ്റ് ചെയ്തു തിരുവമ്പാടിയിൽ. നീ പോയി വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. കേളോട്ടെ, നീ പോയി വിളിച്ചു കൊണ്ടാവും. അപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ. അപ്പം അന്നത്തെ ഓരോ രീതികളാണത്, മനസ്സിലായി. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ 25 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ MA കഴിഞ്ഞ് PhD ചെയ്യണം. അതിനൊരു ഉറപ്പില്ലല്ലോ. കരിയർ മാറിപ്പോ. അപ്പം അവിടെ 18 വയസ്സിൽ തന്നെ മത്സരിക്കാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇംഗ്ലണ്ടിലെ. അത് ഞാനിപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ പറയാം. 21 ആക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പഞ്ചായത്തിൽ 21 ആകാം, മുനിസിപ്പാലിറ്റിയിലാവാം, കോർപ്പറേഷനിലാവാം. എങ്കിൽ 21 വയസ്സ് നിർബന്ധമായിട്ട് ആക്കണം. അതൊരു നല്ല മാറ്റമല്ലേ വരിക? അതേപോലെ തന്നെ എന്താ നമ്മുടെ റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യത്തിൻ്റെ സ്ഥിതി? മൈനോറിറ്റികൾക്ക് പ്രാതിനിധ്യം ഉണ്ടോ? ഇല്ല. ഇപ്പോൾ BJP എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ഈ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഒറ്റ മുസ്ലിം ഇല്ല. എന്ത് കേമായിട്ടുള്ളതാണ്. ശുദ്ധം. ഈ പാക്ക് എന്ന് പറഞ്ഞാൽ ശുദ്ധം എന്നർത്ഥം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ സ്ഥലം, വേറെ ആരുമില്ല. അതാണ് BJP പറഞ്ഞത്. എന്തെന്ന്? ഞങ്ങളിതിൽ ഒറ്റ മുസ്ലിം കാൻഡിഡേറ്റിനെ വെച്ചിട്ടില്ല. അറിയോ?
അപ്പം ഞങ്ങൾ ഭയങ്കര ശുദ്ധരാണ്. ശുദ്ധരാണ്. അത്രയും ഡെമോക്രാറ്റിക് ക്വാളിറ്റി പറയുന്നൊരു രംഗമുണ്ടോ? അതെ അതെ. ഇന്ത്യൻ ഭരണകക്ഷിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ ഇതര കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരില്ല എന്ന് പറഞ്ഞാൽ അതിൽ നാണക്കേട് തോന്നാത്തവരെ കുറിച്ച് നമുക്ക് ലജ്ജിക്കേണ്ടി വരും, അല്ലേ? അതെ അതെ. അവർക്ക് ലജ്ജ തോന്നുന്നില്ലെങ്കിൽ നമുക്ക് അവരെക്കുറിച്ച് ലജ്ജിക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യുക? ഇതൊരു വലിയ വിഷയമല്ലേ. ഈ പ്രാതിനിധ്യം ഉറപ്പാക്കുക എങ്ങനെ ഉറപ്പുവരുത്തും? ഇപ്പോൾ SC/ST പ്രാതിനിധ്യമുണ്ട്. ഉണ്ട്. SC/ST പ്രാതിനിധ്യം അംബേദ്കറുടെ ഒരു എന്താ പറയേണ്ടത്, ഒരു വിപ്ലവകാരി തന്നെയല്ലേ. ബുദ്ധി കൊണ്ട് വിപ്ലവം നയിച്ച ഒരാളല്ലേ. അല്ല, ബുദ്ധി കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ തോൽപ്പിച്ചു. അതെ അതെ. ഇപ്പം എല്ലാവരും എല്ലാ സ്ഥലത്തും അംബേദ്കറുടെ പ്രതിമ വയ്ക്കുന്നുണ്ട്, അതിനു വേണ്ടി മത്സരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ജയിച്ചോ? ഇല്ല. ഈ എല്ലാവരും കൂടെ അദ്ദേഹത്തെ തോൽപ്പിച്ചു. അതെ അതെ അതെ. അല്ലേ? അതെ. പിന്നെ അധികം കാലമൊന്നും മൂപ്പര് ജീവിച്ചിരുന്നില്ല. ഇല്ല ഇല്ല. എന്തുമാത്രം സാഡൻ്റ് ആയിട്ടുണ്ടാവും അംബേദ്കർ. അദ്ദേഹം എഴുത്തയറാക്കിയ ആ ഭരണഘടന, എഴുത്തയറാക്കുക മീൻസ് ലീഡർഷിപ്പുള്ള കമ്മിറ്റി, അത് ആദ്യമായിട്ട് ഇലക്ഷൻ വെച്ചപ്പോൾ ഇദ്ദേഹത്തെ നേരത്തെ നമ്മൾ കേരള ഓർമ്മയിലെ കാര്യം പറഞ്ഞ പോലെ എല്ലാവരും കൂടെ അംബേദ്കർക്കെതിരെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറയണ്ടേ? പറഞ്ഞോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വളരെ ശക്തമാണ് മഹാരാഷ്ട്രയിൽ, അല്ലേ? കോൺഗ്രസ് അതുപോലെ ശക്തമാണ്. രണ്ടാളും പറഞ്ഞില്ല. ഇപ്പൊ രണ്ടാളും അതിന് പ്രായച്ചിത്തം ചെയ്യാനായിട്ട് CPM ഇപ്പോഴും അംബേദ്കറിനെ എങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. ഞാൻ അറിഞ്ഞ് എടുത്തിട്ടില്ല. പക്ഷേ അപ്പം എങ്ങനെ റെപ്രസെൻറ്റേഷൻ അദ്ദേഹം ഉയർത്തി കൊണ്ടുവന്നത് കൊണ്ടും ഗാന്ധിജിയുടെ പിന്തുണ വേറെ തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഗാന്ധിജി അപ്പോഴേക്കും മരിച്ചല്ലോ. നമുക്ക് SC/ST റെപ്രസെൻറ്റേഷനുണ്ട്. അതിപ്പോൾ 22% ഉണ്ട് പാർലമെൻറ്റിൽ. അതെ അതെ. നോട്ട് ബാഡ്. അതെ. പക്ഷേ അവിടെ ഞാനൊരു റിഫോം പോയിന്റ് പറയുകയാണ്. അവരെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ ഇപ്പം 103-ാം ഭരണഘടനാ ഭേദഗതി വന്നു. ആ വിഷയത്തിൽ അവരെ വിപ്പ് ചെയ്യരുത്. അതെ. അല്ല, അത് ഈ പറയുന്ന ഈ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ ഖുറേഷി തന്നെ പറഞ്ഞു, ഈ കൂറുമാറ്റ നിയമം എന്ന് പറയുന്നത് മറ്റേ ആൻറ്റി ഡിഫെക്ഷൻ്റെത്, അത് ഒരു നല്ല ഉദ്ദേശം ഒരു ചീത്ത നിയമം എങ്ങനെ ആവാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇത് ഡിഫെക്ഷൻ ഏതായാലും അത് ഇല്ലാതാക്കിയില്ല, അത് ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ചായി എന്ന് പറയുന്ന ഒരു നിലയിൽ അതും വലിയ വൻതുകയായി. ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ SC/ST ഉണ്ടല്ലോ, SC/ST വിഷയങ്ങളിൽ ഒരു ബില്ല് വന്നാൽ വിപ്പ് പാടില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ 103-ാം ഭരണഘടനാ പദ്ധതി പാസ്സാവില്ല. ഞാൻ പല SC/ST പാർലമെന്ററിയൻസിനോട് സംസാരിച്ചു. അവര് വിപ്പിന്റെ പ്രശ്നമാണ് പറഞ്ഞത്. കൈമലർത്താണ്, ഹെൽപ്ലെസ്നെസ് പ്ലീഡ് ചെയ്യാൻ. അതേപോലെ മൈനോറിറ്റിയെ, ഞാൻ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആംഗ്ലോ ഇന്ത്യൻസിനെ എടുത്തു കളഞ്ഞു. അതൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിക്ക് കൊടുത്ത വലിയൊരു സംഭവമാണ്. ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല പറഞ്ഞത്, ഇവിടെ പാഴ്സി കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലേ? ചെറിയ കമ്മ്യൂണിറ്റി, ജൈനന്മാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്. നമ്മുടെ 2 മതങ്ങൾ അതാണ് സത്യത്തിൽ, ഒറിജിനൽ ഇന്ത്യൻ മതങ്ങളല്ലേ? അപ്പോൾ ലിംഗ്വിസ്റ്റിക്, റിലീജിയസ്, കൾച്ചറൽ മൈനോറിറ്റികൾ ഉണ്ട്. ആ മൈനോറിറ്റികളെ ഈ ജയിച്ച പാർട്ടി നോമിനേറ്റ് ചെയ്താലും വേണ്ടില്ല. അവർ വരുമല്ലോ. ഞാൻ നോമിനേഷനായിരുന്നല്ലോ ആംഗ്ലോ ഇന്ത്യൻ. നമുക്കുണ്ടല്ലോ ഇതൊക്കെ. അപ്പോൾ ഉള്ളതൊന്നും പുറകോട്ട് പോയി. അപ്പോൾ ഞാൻ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ കാര്യം മാത്രമല്ല, ബുദ്ധിസ്റ്റുകളുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യണ്ട. ജൈൻസ് ഉണ്ടോ? പാഴ്സികളുണ്ടോ? അവരാകെ 50,000 ആളെ ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുള്ളൂ. അപ്പം അവർക്കൊക്കെ ഇനി എല്ലാ തവണ ഇല്ലെങ്കിലും ത്രൂ റൊട്ടേഷൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രി നടത്തുന്നവരല്ലേ ടാറ്റ. ദാറ്റ്സ് അനദർ പോയിന്റ്. നിങ്ങൾ ബിസിനസ് പത്രങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഏറ്റവും മെഗാ ഇൻഡസ്ട്രി നടത്തുന്നത്. മാർവാടി, അവർ ജനറലി ഹിന്ദു ജനറൽ കാറ്റഗറി ആണെങ്കിലും അവരിൽ തന്നെ ചെറിയൊരു ഗ്രൂപ്പാണ് അല്ലേ? പാഴ്സി ചെറിയൊരു ഗ്രൂപ്പ് അല്ലേ? മറ്റേ മുസ്ലിങ്ങൾ നോക്കിയാൽ ബൊഹ്റ എനിക്ക് വേണ്ടത്ര അറിയില്ല. അവർ വളരെ വലിയ എന്റർപ്രൈസിങ് ഗ്രൂപ്പുകളല്ലേ? നമ്മുടെ അസീം പ്രേംജിയൊക്കെ എനിക്ക് തോന്നുന്നു ബൊഹ്റ മുസ്ലിം. എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അപ്പം എന്ന് പറഞ്ഞാൽ അപ്പം മൈക്രോ ആയിട്ടുള്ള പലരും ഇപ്പോൾ നമ്മുടെ ഈ പൂനാവാല
അതെ ഈ അതെ കോവിഡ് വന്നപ്പോൾ അതെ അതെ ഇത്ര ചെറിയ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് അതെ ചെയ്യുന്നതാണല്ലേ. അതെ 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 അയാളല്ലേ ഇന്ത്യ ലോകത്തിന് ആവശ്യമായ മരുന്നുകളുണ്ട്. വാക്സിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ സംഭാവന വളരെ വലുതല്ലേ. അതെ അതെ അതെ. അപ്പോൾ അവർക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഈ സംവരണം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട. നമ്മൾ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് റെപ്രസെൻറ്റേഷൻ ഇൻ ഡെമോക്രസി ആണ് ഡെമോക്രസിയുടെ ക്വാളിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഗ്രേറ്റർ ദ റെപ്രസെൻറ്റേഷൻ ബെറ്റർ ദ ഡെമോക്രസി അല്ലേ. അതിൽ അംഗപരിമിതരായ ആളുകൾ, അതെ 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 അതെ, അവരെയൊക്കെ കൊണ്ടുവരണ്ടേ. അവരെയൊക്കെ മറ്റു ചേംബറിൽ കൊണ്ടുവന്നാലും മതി. അതെ അതെ അതെ. ഈ മറ്റേ ഉപരിസഭയിൽ അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അംഗപരിമിതിയുള്ള ആൾക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുമോ? പറ്റില്ല, എളുപ്പമല്ല. എളുപ്പമല്ല. നമ്മുടെ പല്ലുകാലം ജയിച്ചിട്ടുണ്ട് അതെ അതെ. കേരളത്തിൽ. കേരള ഇസ് ബെറ്റർ. അതെ, ചെറിയ ചെറിയ പരിമിതികളുള്ളവർ ജയിച്ചിട്ടുണ്ട്. പക്ഷേ എളുപ്പമല്ല. എളുപ്പമല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ ഇതിൽ പണവും മറ്റേ താരങ്ങളും. അപ്പോൾ അതുകൊണ്ട് റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തുക, ചെറുപ്പക്കാരിലേക്ക് കൂടുതൽ പോവുക, 21 വയസ്സുള്ളവർക്ക് മത്സരിക്കണം. അത് നിങ്ങളൊരു ക്യാമ്പയിനായിട്ട് കൊണ്ടുവരണം. പിന്നെ വനിതകളുടെ കാര്യം കുറേയും കൂടെ ഇപ്പോൾ ബെറ്ററായിട്ടുണ്ട്. പിന്നെ ഈ SC/ST റെപ്രസെൻറ്റേഷൻസില്ലേ, അവരുടെ കാര്യങ്ങളിൽ വിറ്റോ ചെയ്യരുത്, അല്ലെങ്കിൽ എന്താ പറയുക, പാർട്ടി വിപ്പ് കൊടുക്കരുത്. അവരുടെ കാര്യം അവർ പറയട്ടെ, അതിനാണുള്ളവരെ എലക്ട് ചെയ്യണത്. ഇത്തരത്തിൽ നമ്പർ ഓഫ് റിഫോംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, റീഡൂ ചെയ്യാൻ പറ്റും. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ഇപ്പോൾ ഉള്ളത് അത്ര കേമല്ല. ഇത് മാത്രമല്ല, വേറൊരു വലിയ നമ്മൾ ഈ ചർച്ചയുടെ അവസാനം വരുമ്പോഴത്തേക്ക് പറയണത്, ഈ നിലയിൽ പോയി കഴിഞ്ഞിരുന്നാൽ ഇത് ഒരു ഒളിഗാർക്കിയായി മാറുമെന്ന് പറയുന്നത്. ഞാനതൊരു ഇംപ്ലോഷൻ ഓഫ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. അതിലേക്ക് തന്നെ താഴത്തേക്ക് പോവുകയാണ്, അകത്തുനിന്ന് ഇംപ്ലോഡ് ചെയ്യാണ്. ഇപ്പോൾ ഒരു ഇംപ്ലോഷൻ മോഡിലാണ് നമ്മളുള്ളത്. പുറമേക്കൊന്നും കാണുന്നില്ല. അതിങ്ങനെ താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആരും അതിനെക്കുറിച്ചൊന്നും, ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, 50 കോടി രൂപയിലധികം ചിലവിട്ടിട്ട് ഒരു തെലങ്കാനയിൽ ഇലക്ഷൻ നടത്തുന്നു. ആരെങ്കിലും അത് പറയുന്നുണ്ടോ? അതൊക്കെ ഒരു കൗതുക വാർത്ത കേൾക്കുന്ന പോലെ. നമ്മുടെ പ്രശ്നമൊന്നും അല്ലാതെ. അത് മറ്റെവിടെയോ നടക്കും, നമ്മുടെ തൊട്ടടുത്തല്ലേ. പണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് പറഞ്ഞതുപോലെ. അതെ. ഇപ്പൊ നമ്മുടെ മുറ്റത്തെത്തി, നമ്മുടെ ബെഡ്റൂമിലെത്തി. ഇന്നലെ തിരുവനന്തപുരത്ത് വീണ്ടും വെള്ളം കയറി. മഴ. പട്ടണത്തിൽ കണ്ണമ്മൂല പോലെ പ്രദേശങ്ങളിൽ വെള്ളം കയറി. വീട്ടിനകത്ത് 2 അടി വെള്ളം കയറി. എന്നിട്ടും നമ്മളിപ്പോഴും മറ്റേ ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡെമോക്രസിയുടെ ഒരു വിഷയം തന്നെയല്ലേ. അതെ. ഈ കാലാവസ്ഥാ വ്യതിയാനം പോലെ നമ്മളത് കോൺഷ്യസ് ആവണം. അപ്പൊ എന്തായാലും നമുക്ക് മതി. വളരെ സന്തോഷം.